അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അങ്ങനെ നമ്മൾ ആ പ്രതീക്ഷയോടെ കാത്തുകൊണ്ടിരുന്ന പരിശുദ്ധമായ റമളാൻ മാസം നമ്മിലേക്ക് എത്തിയിരിക്കുകയാണ്. UAE ഇന്ന് റമളാൻ 1 2026 ഫെബ്രുവരി മാസം 18 ബുധനാഴ്ച. ഇന്ത്യയിലൊക്കെ നാളെയാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ഇബാദത്തുകൾ ഇഖ്ലാസോട് കൂടി ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ നമ്മൾ ഒരുപാട് ദിക്റുകൾ റമളാൻ മാസത്തിൽ പതിവാക്കേണ്ടതുണ്ട് അല്ലെ, എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ്. റമളാനിലെ എല്ലാ ദിവസവും പതിവാക്കേണ്ട ദിക്റുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ 10 ദിവസത്തിൽ പതിവാക്കേണ്ട പ്രത്യേക ദിക്റ്, രണ്ടാമത്തെ 10 ദിവസത്തിൽ പതിവാക്കേണ്ട പ്രത്യേക ദിക്റ്, മൂന്നാമത്തെ 10 ദിവസത്തിൽ പതിവാക്കേണ്ട പ്രത്യേക ദിക്റ്, ഇങ്ങനെ ഒരുപാട് ദിക്റുകളുണ്ട്. റമളാൻ മാസം എല്ലാ ദിവസവും പതിവാക്കേണ്ട ദിക്ർ ഏതാ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഇത് റമളാൻ മാസത്തിലെ എല്ലാ ദിവസവും പതിവാക്കേണ്ട ദിക്റാണ്. ഇനി ആദ്യത്തെ 10 ദിവസത്തിൽ പതിവാക്കേണ്ട ദിക്ർ ഏതാ? അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹു തആല റഹ്മത്ത് ചെയ്യുന്നവനാണല്ലോ, കരുണ ചെയ്യുന്നവനാണല്ലോ. ആദ്യത്തെ 10 എന്ന് പറയുന്നത് റഹ്മത്തിന്റെ 10 അല്ലേ? അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ ദിക്ർ അത് എല്ലാ ദിവസവും ചൊല്ലണം. ഇത് ആദ്യത്തെ 10 ദിവസത്തിൽ മാത്രം ചൊല്ലേണ്ടതാണ്. ഇനി രണ്ടാമത്തെ 10ലോ? രണ്ടാമത്തെ 10ല് അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അതായത് രണ്ടാമത്തെ 10 എന്ന് പറയുന്നത് മഗ്ഫിറത്തിന്റെ 10ആണ്. അല്ലാഹു തആല പുറത്തു കൊടുക്കുന്ന 10ആണ്. അതുകൊണ്ടാണ് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്. അതായത് അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഇനി മൂന്നാമത്തെ 10 മൂന്നാമത്തെ 10 എന്ന് പറയുന്നത് നരകമോചനത്തിന്റെ 10ആണ്. അവിടെ നമ്മൾ ദുആ ചെയ്യേണ്ട ദിക്ർ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അതുപോലെ വേറെ ഒരു ദിക്റും കൂടെ ഉണ്ട്. എന്താ? അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ ദിക്റുകളൊക്കെ ഒരുപാട് അർത്ഥങ്ങളുള്ള അല്ലാഹുവിനോട് ദുആ ആയിട്ടുള്ള ദിക്റാണ്. ഇതൊക്കെ നിലനിർത്താൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇഖ്ലാസോടുകൂടി ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Uchas Creation YouTube channel. Like, share, comment and subscribe.